ഞാൻ സുരേഷ് ഗോപി പഞ്ചായത്ത് നിന്നാ. കൊതുകു നിർമ്മാർജ്ജനത്തിന്റെ ബോധവൽക്കരണത്തിനായി വന്ന ഉദ്യോഗസ്ഥനാ. അകത്തേക്ക്. ഒരു ചെറിയ സർവേ ഉണ്ട്. ചെറിയ ചോദ്യങ്ങൾ, ചെറിയ ഉത്തരങ്ങൾ. ഒരു ലീഫ്ലെറ്റ് ഞാൻ അങ്ങോട്ട് തരും, പിന്നെ അല്പം ഉദ്ബോധനവും. അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കൊതുകടിക്കില്ല, പനിയും വരില്ല. ക്യോമാ? মাফ করুন, আমি মালায়ালাম জানি না। আমার স্বামী এখানে নেই। আপনি অন্যদিন আসুন। ഓ, മലയാളി അല്ല അല്ലേ? না। അന്യ സംസ്ഥാന തൊഴിലാളി ഹൂ? അച്ഛാ, എനിക്ക് ഹിന്ദി അറിയില്ല. ഹം വെക്കുമ്പോൾ ഹും വെക്കണം, ഹും വെച്ചാൽ ആപ്പ് വെക്കണം, ഇത്രയൊക്കെ അറിയൂ. മലയാളം മനസ്സിലാവുമോ? ഓ ഭാഗ്യം. ഇവിടെ ഇപ്പൊ ഭർത്താവുണ്ടോ? അച്ഛാ കേൾക്കൂ, ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഈ സുന്ദരമായ ശരീരത്തിൽ കൊതുക് കടിക്കാതെ നോക്കണം. മുറ്റത്തും പറമ്പിലൊക്കെ കിടക്കുന്ന കാലിപ്പാത്രങ്ങൾ, ചിരട്ടകൾ, ചെടിച്ചട്ടികൾ ഇവയിലൊന്നും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ പനിയുള്ളവരുമായി സംസർഗം പാടില്ല, ഭർത്താവാണെങ്കിൽ പോലും. മനസ്സിലായോ? എന്താ പേര്? ദേവ്ജാനി. ദേവയാനി. ആപ്കാ നാം അച്ഛാ ഹേ. ഭർത്താവിന്റെ പേരെന്താ? കുമാർ. കുമാർ. കുട്ടികൾ? അതെന്താ? ആർക്കാ കുഴപ്പം? അല്ല, ഇപ്പൊ എല്ലാത്തിനും ചികിത്സയുണ്ടേ. ഇനി പിന്നെ ഒരു ഫാഷനായിട്ട് കുട്ടികൾ പിന്നെ മതിയെന്നാണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്വദേശം? ബംഗാൾ. ബംഗാൾ. ചില ഇനം കൊതുകുകൾ കടിച്ചാൽ പോലും നമ്മളറിയില്ല, വൃത്തികെട്ട ഇനങ്ങളാ. പക്ഷെ പനി വേഗം വരും. എന്നാ ദേഹത്ത് നോക്കിയാൽ എളുപ്പം അറിയാൻ കഴിയും, ചുവന്ന് കിടക്കും. ഞാൻ ദേവാന്റെ ശരീരം ഒന്ന് നോക്കട്ടെ. കണ്ണെത്താത്ത എവിടെയെങ്കിലും കൊതുക് കടിച്ചിട്ടുണ്ടോന്ന് അനങ്ങാതെ നിൽക്കൂ, എന്നാലല്ലേ എനിക്ക് ബോധവൽക്കരിക്കാൻ പറ്റും. കിതർ ജാത്തി ഹേ. നിൽക്കൂ നിൽക്കൂ, സ്റ്റോപ്പ്. ও আমার হাত ধরেছিল। എന്നാ പ്രശ്നം? ഞാനൊരു പാവം സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇനി തല്ലരുത്, ആളെ കൂട്ടരുത് പ്ലീസ്. പകർച്ചപ്പനി ബോധവൽക്കരണത്തിന് വന്നതാ. അന്യ സംസ്ഥാനക്കാരുടെ ദേഹത്ത് കൊതുക് കടിച്ച പാടുണ്ടെന്ന് തപ്പി നോക്കിയതാ. സോറി, നമ്മൾ ഒരേ സംസ്ഥാനക്കാരല്ലേ, പ്ലീസ്. അന്യ സംസ്ഥാനക്കാർക്കാണ് നാണോ മോനുമില്ലേ? സോറി, മാപ്പാക്കണം മാപ്പാക്കണം പ്ലീസ്. ഇനി പ്രദേശത്ത് തന്നെ കണ്ട തന്റെ ദേഹം മൊത്തം പാടായിരിക്കും, അത് കൊതുക് കടിച്ച പാടായിരിക്കില്ല. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഞാൻ ഇനി ഈ പ്രദേശത്ത് വരികയില്ല. പോവാ. താങ്ക്സ് ചേട്ടാ. പെങ്ങളെ വരട്ടെ. കൊതുക് കടിച്ച് പനി വരാതെ നോക്കണേ. ചേട്ടനും ശ്രദ്ധിച്ചോണേ. ടാറ്റാ, ബൈ ബൈ. എടാ അന്റപ്പ, ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനോടാ അത്. മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണില്ല, പിന്നെ ബംഗാളികൾ. അത്ര ഇങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട. നമസ്കാരം. അല്ല, ഇത് ആർക്കായി വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേലെ തയ്യൽ കടയിലേക്ക് ആവോനാ. ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി. എന്താ തയ്ക്കണ്ടേന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ব্লাউজ হবে নতুন মাপে। ഞാനങ്ങനെ പേയായിട്ടൊന്നും കട്ടിയല്ല, കട്ടിനെ കറക്റ്റായിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണം. তুমি এখানে শেষ করে বাড়ি যাও, আমি বাজার থেকে আসছি। না ശരി. ഷിബു, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം
നിന്റെ അസുദിനമെത്തി. ഷിബു ചെല്ല്, ചെന്നളവെടുക്ക്. എന്താ അച്ഛൻ നിൽക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോളം എന്തിനാ? അളവെടുക്കാനന്ന്. ടേപ്പ് കൊണ്ടല്ലേ അളവെടുക്കാ? എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ? പോയിട്ടാ. സാരി ഒന്ന് മാറ്റണം. এই মডেলটা ঠিক। ഏ ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. സിബ് എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച് ജോളിച്ചേട്ടാ ശക്തി തരൂ. എന്നാ ഇതറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എഴുത്, ബുക്ക് എടുത്ത് എഴുതാൻ. 17 എഴുത്. 37. 30. 11. 9. ചേച്ചി നോക്കോ, നാളെ തന്നെ 5. നിന്ന് ചെല്ല്. എന്റെ പൊന്നു ബ്ലൗസ്. എടാ എനിക്ക് സഹിക്കണില്ലടാ. അളിയാ, അളിയാ എന്താ അസല് ബിരിയാണി. അഞ്ചായി കൺട്രോൾ. നീ മറന്നോ പഴയ കാര്യങ്ങൾ? പടച്ചോനെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഒരു താത്തക്കുട്ടിയെ ചാലാക്കി തരണമേ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അളിയാ, ഇത് വെറും ട്രെയിലർ. പടം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇവിടുന്ന് എനിക്ക് കിട്ടുമല്ലോ. ചേട്ടാ, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഒന്നുകൂടെ റൂട്ടാക്കിട്ട് പോരളിയാ. നോക്കാം, നീ വാ. നടന്നാ കാണാം. കഴിഞ്ഞില്ലേ? ബൈ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോരാ. മോളൂ, എന്തുവാടെ ഒറ്റയ്ക്കൊരു പഠിത്തം? ചെല്ല് ചെല്ല്. ഹായ്. അതെ, നിധി ഇഷ്ട. എനിക്കല്ല, അൻസാരിക്ക. അവനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പണ്ടേ 9ാം ക്ലാസ് വെച്ച് പ്രേമിച്ച പെൺകുട്ടി നോ പറഞ്ഞതിന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാ.
നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിധി പറഞ്ഞ ചിലപ്പോ അവൻ വയലന്റ് ആവും. എന്താ അവൻ ചെയ്യാന്ന് പോലും പറയാൻ പറ്റൂല. ചിലപ്പോ നിധിയെ തന്നെ അവൻ ആക്രമിക്കും. ഞാൻ അവനോട് എന്ത് പറയണം? നിധി വിഷമിക്കണ്ട, തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. അപ്പൊ പണി കിട്ടിയോ? യെസ്, എന്തായി? ഏറ്റളിയാ. നീ അവളെ നോക്കി ചിരിച്ചു ടാറ്റ. എടാ, നിന്നെ പറ്റി ഞാൻ കുറെ പൊക്കി പറഞ്ഞിരിക്കുക. അല്ല, നീ എന്താ അവളോട് പറഞ്ഞു? നിനക്ക് അവളെ ഇഷ്ടാന്ന്? അതല്ല അളിയ, നീ ഒന്ന് അഭിനയിക്കണം. പോടാ. എന്താടാ, എനിക്ക് വേണ്ടിയല്ലടാ, വേറൊരു കാര്യമുണ്ടേ. നിനക്ക് ഞാൻ അച്ചാറില്ലേ? ഇല്ലല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളിയമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ, എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക? നമ്മുടെ സുന്ദരേട്ടനും അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? അച്ഛനെ മാറ്റി പറയുന്നോടാ? സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടിയോട്ടോയിൽ കയറ്റി. ഓട്ടോയ്ക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചുകേശവുള്ള സാർ. അതാരാണ്? മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശയില്ലെങ്കിലും മുതല് കൊള്ളാം. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി. സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ടയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ. അല്ല, തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടോ നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ, തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? പിടിക്കേ. ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാൾ സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാൾ സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താനിവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായി നിന്നോളൂ.